Hi friends, once again welcome to MG's Physics Hut. Today we are discussing applications of dimensional analysis. നമ്മൾ കണ്ടു കഴിഞ്ഞു ഡയമെൻഷൻ എന്താണ്, ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നും ഒരു 12 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയും കൂട്ടുകാരെല്ലാവരും പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അടുത്തത് ഇതുകൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? മൂന്ന് ആപ്ലിക്കേഷൻസ് ആണുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടു check correctness of a relation. ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് സമർത്ഥിക്കാൻ സാധിക്കും ഡയമെൻഷൻ പഠിച്ചാൽ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പറയാം, ടു കൺവേർട്ട് ദ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. നമ്മൾ പഠിച്ചല്ലോ 4 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് ഏതൊക്കെയാണ്? CGS, FPS, MKS, അതേപോലെ തന്നെ അവസാനം വന്ന ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് സിസ്റ്റമായ SI സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് യൂണിറ്റിനെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് സ്വിച്ച് ചെയ്യണം എന്ന് വിചാരിക്കുക, മാറ്റണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാം. മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് ടു ഡിറൈവ് ന്യൂ റിലേഷൻസ്, ന്യൂ ഇക്വേഷൻസ്. അപ്പോൾ പുതിയ ഇക്വേഷൻസ് നമുക്ക് രൂപീകരിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം, ഡയമെൻഷൻ്റെ മെത്തേഡ് ഉപയോഗിക്കാം. സോ വൺ ബൈ വൺ ലെറ്റ് us see what are the application. അതിൽ ഒന്നാമത് ടു ചെക്ക് കറക്റ്റ്നെസ് ഓഫ് എ റിലേഷൻ, അത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത് രണ്ടും ഞാൻ വായിക്കുന്നു, നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ഏതാണ്? ടു ചെക്ക് കറക്റ്റ്നെസ് ഓഫ് എ റിലേഷൻ ഓഫ് ആൻ ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ നമുക്ക് തരാണ്. ഒരു ഇക്വേഷൻ നമുക്കറിയാത്തൊരു ഇക്വേഷൻ തന്നിട്ട് പറയുകയാണ് ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ. അത് നമുക്ക് ഡയമെൻഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് റിലേഷൻ എന്ന് പറയും. അപ്പോൾ ഞാനിവിടെ എഴുതാം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ് ഇതിൻ്റെ പേര്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. Principle of homogeneity of relations or equations. Principle of homogeneity of equations or relations. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഗതി. ഹോമോജീനിറ്റി എന്ന് വെച്ചാൽ യൂണിഫോമിറ്റി എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഒരേപോലെ വരിക, ലൈക്ക്നെസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരർത്ഥം. അപ്പോൾ ഒരു ഇക്വേഷൻ ശരിയാണെങ്കിൽ എന്താണ് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് റിലേഷൻ, ദ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി on the LHS, left hand side of an equation, must be equal to dimension of each quantity on the RHS. ഇത്രയേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം റൈറ്റ് സൈഡിലുള്ള ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ, ഞാൻ തമാശയായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ചക്ക ആണെങ്കിൽ റൈറ്റ് സൈഡ് ചക്ക തന്നെയായിരിക്കണം. ലെഫ്റ്റ് സൈഡ് മാങ്ങയാണെങ്കിൽ റൈറ്റ് സൈഡ് മാങ്ങ തന്നെയായിരിക്കണം. ഒരു ചക്ക ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈക്വൽ ടു മാങ്ങ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് വെലോസിറ്റി ആണെങ്കിൽ റൈറ്റ് സൈഡ് വെലോസിറ്റി തന്നെ ആയിരിക്കണം. ലെഫ്റ്റ് സൈഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ റൈറ്റ് സൈഡ് ടെമ്പറേച്ചർ ആയിരിക്കണം. ലെഫ്റ്റ് സൈഡ് വർക്ക് ആണെങ്കിൽ റൈറ്റ് സൈഡ് വർക്ക് ആയിരിക്കണം. ഇതാണ് ഡയമെൻഷണൽ മാച്ചിങ് ഉണ്ടായിരിക്കണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിൽ. അങ്ങനെയുള്ള ഇക്വേഷൻസേ ഫിസിക്സിലുള്ളൂ. അപ്പോൾ ഇത്രയാണ്. ഒരു ഇക്വേഷൻ ശരിയാകണമെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷൻ റൈറ്റ് സൈഡിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷനായിട്ട് മാച്ച് ചെയ്ത് പൊരുത്തപ്പെട്ടു പോകുന്നതായിരിക്കണം എന്നർത്ഥം. ഇനി ഇങ്ങനെ പറയാം, A ഈസ് ഈക്വൽ ടു B + C. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളുണ്ടാവും അല്ലേ? B പ്ലസ് ഓർ മൈനസ് വരാം. ഫോർ എക്സാമ്പിൾ S ഈക്വൽ ടു UT + ½ AT² എന്നുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾ മോഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കിയേ, A എന്ന് പറയുന്നൊരു ടേം, റൈറ്റ് സൈഡിൽ നോക്കിയാൽ 2 ടേംസ് ഉണ്ട്, ബിയും സിയും ഉണ്ട്. ഇങ്ങനെ വന്നാൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയമെൻഷൻ ഓഫ് എ ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിലിട്ടാൽ കൂട്ടുകാർ ഓർത്തുള്ള അത് ഡയമെൻഷൻ ഓഫ് എ എന്ന് വായിച്ചോണം. സോ ഡയമെൻഷൻ ഓഫ് എ മസ്റ്റ് ബി ഈക്വൽ ടു, റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ 2 ആൾക്കാർ വന്നിട്ടുണ്ട്, ബിയും സിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യണം? ബിയുടേത് സെപ്പറേറ്റ് ആയിട്ടും അതേപോലെ തന്നെ ആയിരിക്കണം സിയുടെയും സെപ്പറേറ്റ് ആയിട്ട്. കണ്ടോ, ഇവിടെ പ്ലസ് അല്ല ചിഹ്നം. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എയുടെ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം ബിയുടെയും സെപ്പറേറ്റ്ലി സിയുടെയും.
അല്ലാതെ ബി പ്ലസ് സിയുടെ ഒരു കോമൺ ഡയമെൻഷൻ എന്നല്ല അർത്ഥമാക്കുന്നത്. സപ്പോസ് എ ഈക്വൽ ടു ബി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഒരേ ഡയമെൻഷനിലായിരിക്കും. ഇനി എത്ര ടേംസ് റൈറ്റിലേക്ക് വരുന്നു, ഓരോ ടേംസിൻ്റെയും ഡയമെൻഷൻ തുല്യമായിരിക്കണം. ഇനി ഇൻറ്റു വരുമ്പോൾ ഇതല്ല കേട്ടോ, ഇൻറ്റു ഡിവിഷനോ എന്ന് വരുമ്പോൾ അതല്ല, പ്ലസ് ഓർ മൈനസ് വെച്ച് സെപ്പറേറ്റ് ടേംസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവരുടേത് ഡയമെൻഷൻ തുല്യമാണോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ഓർ റിലേഷൻ. ഞാൻ ഒന്നും കൂടി പറയാം. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ, ദ ഡയമെൻഷൻ ഓഫ് the quantity on the left hand side must be equal to the dimension of each quantity on the right hand side of a equation. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് റിലേഷൻ ഓർ ഇക്വേഷൻ. അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. സോ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ എടുക്കാം. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ചോദ്യം എങ്ങനെ വരിക? ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ഡയമെൻഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് പ്രൂവ് ചെയ്യാനാണ് പറയുക. അപ്പം കൂട്ടുകാരെല്ലാവരും പഠിച്ച ഇക്വേഷനാണ്. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എസ്. യു എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ടി എന്ന് പറയുന്ന ടൈമാണ്. ഹാഫ് എ എന്ന് പറയുന്ന ആക്സലറേഷൻ ആൻഡ് ടി എന്ന് പറയുന്ന ടൈം അഗെയിൻ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് റിലേഷൻ ഈ ഇക്വേഷൻ ശരിയാകണമെങ്കിൽ ആദ്യം കൂട്ടുകാർ എന്താ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് എന്ന് എഴുതുക. ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഡയമെൻഷൻ ഓഫ് എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് നമുക്കറിയാം. എന്താ വരുന്നത്? സി ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന അകലമല്ലേ? അകലം ലെങ്ത് മാസ് ടൈം ഇതിലേതാ വരുന്നത്? ലെങ്ത് ആണ്. സോ എൽ ഇക്വേഷൻ നമ്പർ 1. ഇനി ഇത് നോക്കിയേ. എ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇതും പ്ലസ് സി എന്ന് പറയുന്നത് ഇത്രയും ടേംസ് ആ ഫോർമാറ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പം അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് റിലേഷൻ എന്താ പറയുന്നത്? ഈ ലെഫ്റ്റ് സൈഡിലുള്ള എസിൻ്റെ അതേ ഡയമെൻഷനായിരിക്കും യു ടി എന്ന് പറയുന്ന ഒറ്റ ടേമിൻ്റെ പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന രണ്ടാമത്തെ ടേമിൻ്റെ ഒരേപോലെ കിട്ടണം. അത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം വിജയിച്ചു. അപ്പോൾ അടുത്തായിട്ട് എഴുതുക. ഡയമെൻഷൻ ഓഫ് ആരാ? ബി എന്ന് പറയുന്നത് യു ടി ആണ്. യു ടി ഡയമെൻഷൻ ഓഫ് യു ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? യുവിൻ്റെ ഡയമെൻഷൻ. യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. വെലോസിറ്റി ഇനീഷ്യൽ ആയാലും ഫൈനൽ ആയാലും ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ. എൽ ടി മൈനസ് 1 ആരുടെ? യുവിൻ്റെ ഇൻ ടു ടി. അപ്പോൾ കൂട്ടുകാരെ ഒന്ന് ശ്രദ്ധിച്ചേ. ടി മൈനസ് 1 ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിട്ടുണ്ട്. ഇത് 1/t ആണ്. ടീൻ്റെ മുകളിൽ -1 വന്നാൽ എൽ ബൈ ടി എന്നാണ് എഴുതുക. സോ എൽ ബൈ ടി ഇൻറ്റു ടി വരും. അപ്പോൾ ടിയും കട്ട് ചെയ്ത് പോകും. ബാക്കി മിച്ചം ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെർഫോർ ഡയമെൻഷൻ ഓഫ് യു ടി എന്ന് പറയുന്നത് എന്താണ്? എൽ എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 2 എന്ന് അവിടെ എഴുതി. ഓക്കെ, അപ്പോൾ നോക്കിയേ. ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് എൽ ആണ്. ഡയമെൻഷൻ ഓഫ് യു ടിയും എൽ തന്നെ കിട്ടി. അപ്പോൾ ഈ ഭാഗവും ഇതും രണ്ടും ക്ലിയറായി. ഇനി ഒന്നും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട് ക്ലിയറായി. അതായത് ഈ സി എന്ന് പറയുന്നതിനും കൂടി എൽ കിട്ടണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അടുത്തായിട്ട് എഴുതേണ്ടത് ഡയമെൻഷൻ ഓഫ് ഹാഫ് എ ടി സ്ക്വയർ. ഇതെന്താണ് നോക്കാം. ഡിഫറൻസ് ഹാഫ് എന്ന് പറയുന്ന ന്യൂമറിക്കൽ കോൺസ്റ്റൻ്റ് ആണ്. പൈ അതേപോലെ തന്നെ ന്യൂമറിക്കൽ കോൺസ്റ്റൻറ്റുകൾ ഇതിനൊന്നും ഡയമെൻഷൻ ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഹാഫിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ അടുത്തായിട്ട് ഹാഫ് എ ടി സ്ക്വയറിൻ്റെ എഴുതുമ്പോൾ ഹാഫ് വേണ്ട, ബാക്കി എ മതി. എ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ടി മൈനസ് 2 ആണ്. ആക്സിലറേഷൻ്റെ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ആക്സിലറേഷൻ എൽ ടി മൈനസ് 2 ആണ്. ഇൻ ടു ടി സ്ക്വയർ, അത് ടൈമിൻ്റെ സ്ക്വയർ ആണ്. ഇവിടെ അഗെയിൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ടി റേസ് ടു -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടി -1 എന്ന് പറഞ്ഞപ്പോൾ 1/t എന്ന് എഴുതി. അപ്പോൾ എൽ ടി -2 എന്ന് പറയുമ്പോൾ എൽ ബൈ ടി സ്ക്വയർ വരിക. സോ എൽ ബൈ ടി സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ വരും. അപ്പോൾ ടി സ്ക്വയറും കട്ട് ചെയ്ത് പോകും. ഓക്കെ, സോ വാട്ട് യു ഗെറ്റ് എൽ. സോ ഡയമെൻഷൻ ഓഫ് എന്ത് വരും? ഹാഫ് എ ടി സ്ക്വയർ എന്ത് കിട്ടി? അതും എൽ എന്ന് തന്നെ കിട്ടി. ശരിയല്ലേ? അപ്പോൾ അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് റിലേഷൻ, ഡയമെൻഷൻ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഈച്ച് ക്വാണ്ടിറ്റി ഓൺ ദ റൈറ്റ് സൈഡ്. സോ ഫ്രം ഇത് കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നത് ഫ്രം 1, 2 and 3 മൂന്ന് ഇക്വേഷൻ്റെയും റൈറ്റ് സൈഡ് നോക്കുക. എല്ലാം യുണീക്കായിട്ട് എൽ എന്ന് തന്നെയാണ് കിട്ടിയത്. ദെർഫോർ ദ ഇക്വേഷൻ ഈസ് dimensionally
ഇങ്ങനെ എഴുതേണ്ട ഫൈനലി എഴുതേണ്ട കാര്യമാണ് ഈ പറയുന്നത്. ഫോർ ദി ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഓർ വാലിഡ് എന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഏത് ഇക്വേഷനും ശരിയാണ്. ഇനി സപ്പോസ് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഏതോ ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്ത് കിട്ടുന്നില്ല, റൈറ്റ് സൈഡ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ ഒരുപോലെയാണ് കിട്ടുന്നത് എന്ന പോലെ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് അല്ല, വാലിഡ് അല്ല എന്ന് സമർത്ഥിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ റിലേഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പം കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. നമുക്ക് അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ആപ്ലിക്കേഷനായിട്ട് വരാം. So stay tuned with MG's Physics Set. Please subscribe my channel and share to your friends. Thank you very much.